ഹായ് എവറി വൺ, ഗുഡ് മോർണിംഗ്. സോ ഞാൻ ആക്ച്വലി രാവിലെ എണീറ്റ് എൻ്റെ വർക്കിൻ്റെ ഇടയിൽ എനിക്കൊരു സ്റ്റുഡൻറ്റ് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുണ്ട്, ഇതാണ് ആ സ്ക്രീൻഷോട്ട്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് വേറൊരു അക്കാഡമിയുടെ ഒരു റിവ്യൂ ആയിരുന്നു. അപ്പം ആള് എങ്ങനെയോ കണ്ടു, എനിക്കത് അയച്ചു തന്നു, ഞാനത് വായിക്കുമായിരുന്നു. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇട്ടാൽ മേ ബി ആൾക്കാർ ഇരുന്ന് വായിക്കണമെന്നില്ല, ബിക്കോസ് അത് വലിയൊരു റിവ്യൂ ആണ്. എൻ്റെ റിവ്യൂ അല്ല കേട്ടോ, എൻ്റെ റിവ്യൂ അല്ല, വേറെ ഏതോ ഒരു സ്റ്റുഡൻറ്റ് ഇട്ട് വേറെ ഏതോ ഒരു അക്കാഡമിയിലത്തെ റിവ്യൂ ആണ്. ഐ എം നോട്ട് മെൻഷനിങ് ദ അക്കാഡമി നെയിം ഹിയർ, ലൈക്ക് always. I don't mention my student's name, I don't mention anyone's name, because I don't want to drag anyone into here and make a thing out of it. But I just want to communicate like what is happening എന്നുള്ള സംഭവം നമുക്ക് പറയാമല്ലോ, എന്താണ് ചുറ്റിനും നടക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ റിവ്യൂ ആണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അത് വലിയൊരു റിവ്യൂ ആണ്. അപ്പോൾ they teach you basic, or academy പറ്റിയുള്ള റിവ്യൂ ആണ്. They teach you basic which can be learned from YouTube. I took online class digital marketing. They create batches without any scrutiny, placing you with someone who doesn't even know how to use a computer. Bracketnathu, needless to mention, one batch will have 40 plus students. Imagine the kind of attention one would get. When we suggested dividing students into basic or intermediate level, they replied that it wasn't an easy task. I was shocked to hear this reply from an institution where I paid this much amount of fees എന്ന് പറയുന്നുണ്ട്. സോ ബേസിക്കലി എനിക്ക് ഈ പാരഗ്രാഫിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു ജോയിൻ അൻ അക്കാഡമി, നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ക്ലാസ്സിലാണ് കയറാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ക്ലാസ്സിൽ കിട്ടുന്ന ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതും ഒരു 40+ സ്റ്റുഡൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ക്ലാസ്, നിങ്ങൾ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു ഫീൽഡിനെ പറ്റി പഠിക്കാൻ പോകുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു സജഷൻ ആ ഒരു അക്കാഡമിക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ സജഷൻ അവർ കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, റൈറ്റ്? അപ്പം ഈ ഒരു അവർ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന പോയിന്റ്. ആൻഡ് വിച്ച് ഇസ് നോട്ട് ദാറ്റ് ഗുഡ്, ബിക്കോസ് ലൈക്ക് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു കൺസേൺ നമ്മൾ എന്തായാലും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളത് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണേണ്ടയും ഒരു ആവശ്യമുണ്ട്, ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് ഇങ്ങനൊരു സിനാരിയോ കൂടെ ആകുമ്പോഴത്തേക്കും. ആൻഡ് ദാറ്റ്സ് വൈ ഇപ്പം ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ക്ലാസ് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഞാൻ എന്താ ഒരു ഗ്രൂപ്പ് ക്ലാസ് ഇറങ്ങാത്തതെന്നാണ്. ദിസ് ഇസ് എ മെയിൻ പ്രോബ്ലം. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഒരേ കാലിബറുള്ള ആൾക്കാരായിരിക്കട്ടെ. എല്ലാവരും ഓരോരോ സ്റ്റേജസിലിരിക്കുന്ന ഓരോരോ ഗ്രാസ്പിംഗ് പവറുള്ള ഓരോ രീതിയിൽ പറഞ്ഞാലായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതുമാത്രമല്ല, ചിലവർ സോഷ്യൽ മീഡിയനെ പറ്റി നല്ല ഐഡിയ ഉണ്ടാവും, ചിലവർ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി റിസർച്ച് ചെയ്തായിരിക്കും വരുന്നത്, ചിലവർ അതൊന്നും ചെയ്യാതെ കോഴ്സ് തുടങ്ങുന്ന ടൈം തൊട്ട് അതായിരിക്കും അവർ പഠിച്ചു തുടങ്ങുന്നതും കേട്ടു തുടങ്ങുന്നതും. സോ ഇറ്റ് ഇസ് ലൈക്ക് ഓരോ സ്റ്റുഡൻറ്റ് ഓരോ ലെവലിൽ നിൽക്കുന്നതാണ്. അപ്പം ഓരോരുത്തർക്കും മേ ബി ഓരോ രീതിയിൽ പറയുമ്പോഴായിരിക്കും ആ കോൺസെപ്റ്റ് പ്രോപ്പർലി പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും 1-on-1 ട്രെയിനിങ്ങിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, ബിക്കോസ് എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, എനിക്ക് പ്രോപ്പർലി പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്കൊരു സ്റ്റുഡൻറ്റിനെ പ്രോപ്പർലി അവർക്ക് പ്രോപ്പർ നോളജ് കൊടുത്ത് വിടുക എന്നുള്ളത്. റൈറ്റ് നോളജ്, ആ റൈറ്റ് നോളജ് അവർക്കിത് ഡെലിവർ ആയിട്ടുണ്ടെന്നും അവർക്കിത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ഒരു അഷ്യൂരിറ്റി കൊടുക്കുന്നത്. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ ഒരിക്കലും പ്ലേസ്മെൻറ്റ് അഷ്വേർഡ് ആണെന്നോ പ്ലേസ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നോ ഒന്നും ഞാൻ പറയാറില്ല. എൻ്റെ സ്റ്റുഡൻസിന് തനിയെ ജോബ് കിട്ടുന്നത് തന്നെയാണ്, അവർ തനിയെ അപ്ലൈ ചെയ്ത് തനിയെ ജോബ് കിട്ടുന്നത് അവരുടെ എഫേർട്ട് കാരണം. അതാണ് ഞാൻ എൻ്റെ പ്രൊഫൈലെല്ലാം ഷോക്കേസ് ചെയ്യുന്നത്, അവർക്ക് ജോബ് കിട്ടി എന്നുള്ളത്. അപ്പം കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, കുറേ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറയാറില്ല. പറയുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാൻ ചിലപ്പോഴൊക്കെ സ്റ്റോറി ഇടാറ്. എല്ലാവരുടെയും ഒന്നും ഞാൻ ഇടാറില്ല, ചില ആൾക്കാരെയാണ് ഞാൻ ഇടാറുള്ളത്. സോ ദിസ് ഇസ് എ മെയിൻ തിങ്, ബിക്കോസ് എല്ലാവരും ഒരു അക്കാഡമിയിൽ പോകുന്നത് അവർ പറയുന്ന പ്ലേസ്മെൻറ്റ് കേട്ടിട്ടോ, അല്ലെങ്കിൽ റീഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടോ, അല്ലെങ്കിൽ അവർ എക്സ്പേർട്സ് ആണെന്നോ, അവർ മറ്റേ കുറേ വർഷമായിട്ട് ഏതൊക്കെയോ വലിയ വലിയ കമ്പനിയുടെ പല കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത്. അവർ ചെയ്തിട്ടുണ്ടാവും മേ ബി, ബട്ട് എല്ലാവർക്കും ഒരു ടീച്ചിങ് സ്കിൽ ഉണ്ടാവണമെന്നില്ല. അത് മാത്രമല്ല, എസ്പെഷ്യലി നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിലാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം പിക്കപ്പ് ചെയ്യണമെന്നില്ല. അവർ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞ് നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. ഇതൊക്കെ നോർമലി ഒരു സ്റ്റുഡൻറ്റ് ചിലപ്പം തിങ്ക് ചെയ്യത്തില്ല, ബിക്കോസ് അവർ ആ കൂടെ ആഡ് കാണുന്നു, ആഡിൽ എന്താണോ കാണുന്നത് അതങ്ങ് കേൾക്കുന്നു, നമ്മൾ എൻക്വയർ ചെയ്യുന്നു, അങ്ങനെയാണല്ലോ പോകുന്നത്. അല്ലാതെ അവർക്കത് പഠിക്കാൻ പറ്റുമോ, അവർക്ക് പറ്റുന്നൊരു ഫീൽഡാണോ, ആ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ അവർക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റും, അതൊന്നും ഡെഫിനറ്റ്ലി ഒരു സ്റ്റുഡൻറ്റിന് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെനിക്കൊരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം, ബിക്കോസ് ആലോചിച്ചാൽ മേ ബി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്ലിക്ക് ആവുന്നുണ്ടാവും. സോ ദാറ്റ്സ് എ റീസൺ ഞാൻ ഒരു 1-on-1 ട്രെയിനിങ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഗ്രൂപ്പ് ക്ലാസ് എന്താ നോക്കാത്തതെന്നുള്ളത്. ദിസ് ഇസ് എ റീസൺ, ബിക്കോസ് എല്ലാവരും ഒരേപോലെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഗ്രൂപ്പ് ക്ലാസ് ആകുമ്പോൾ പലർക്കും പലതും പിക്കപ്പ് ആവാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് 1-on-1 ക്ലാസ്സിൽ, ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ എനിക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും, എനിക്ക് പ്രോപ്പർലി പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. And this is going to be a bigger reel because the review itself is a big one. And the next paragraph, another comedy is their mentors network will be always poor. Network in ഉദ്ദേശിച്ചത് the online class ആണ്, ആ internet connection ഉദ്ദേശിച്ചത്. I wouldn't have mentioned if it is rarely happen, but most of the mentors came with a blurry video, unclear sound, etc. And they also claim that industry experts are their mentors.
മേ ബി ദേ ആർ. അപ്പം ആൾക്കും ഡൗട്ട് ഉണ്ട് ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആണോ എന്നുള്ളത്. ബിക്കോസ് ആൾക്കെന്തോ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാവും മേ ബി ദേ ആർ എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി ദേ ലാക്ക് ടീച്ചിങ് സ്കിൽ ഇല്ല. സോ ബേസിക്കലി ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആയിട്ടുള്ള എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റണമെന്നില്ല. ആൻഡ് എൻ്റെ ഒരു പ്രൊഫൈൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ടീച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്കൂളിലത്തെ ടൈമിൽ തന്നെ സ്കൂളിലത്തെ ഓരോ ഓപ്പർച്യൂണിറ്റീസിലും ടീച്ചിങ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല ഞാൻ അത് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് അത്രയും ഒരു പാഷനുള്ളൊരു കാര്യമാണ് എനിക്ക് പഠിപ്പിക്കുക എന്നുള്ളത്. സോ ഐ നോ ദാറ്റ് ഐ ഹാവ് ദാറ്റ് സ്കിൽ. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഒരു നെഗറ്റീവ് ഞാൻ പഠിപ്പിക്കുന്ന മനസ്സിലാവത്തില്ല എന്ന് എന്തായാലും പറയുന്ന ഒരു ചാൻസും ഇല്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ഐ ഹാവ് ദാറ്റ് പർട്ടിക്കുലർ സ്കിൽ. പഠിക്കാൻ പറ്റാത്ത ഒരാളെ പോലും നമുക്ക് ട്രെയിൻ ചെയ്യാൻ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആൻഡ് സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ടീച്ചിങ് സ്കിൽ അവർക്കില്ല എന്നുള്ളതാണ്. നോട്ട് ഓൾ പ്രൂവൻ പ്രൊഫഷണൽസ് ക്യാൻ ബി എ ഗുഡ് ടീച്ചേഴ്സ്, റൈറ്റ്? ഓൾസോ ദീസ് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആർ ഡൂയിങ് ഇറ്റ് ആസ് എ പാർട്ട് ടൈം, വിച്ച് മീൻസ് മോർണിംഗ് ഓൾ ദേ വോണ്ട് ബി അവൈലബിൾ ടു ക്ലിയർ യുവർ ഡൗട്ട് ആസ് ദേ വിൽ ബി വർക്കിംഗ് ഇൻ അനദർ കമ്പനി ഓൾസോ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ഈ റിവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കുറേ അക്കാഡമീസ് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പം ലൈഫ് ടൈം സപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റുഡൻസ് ലിസൺ ദിസ് പ്രോപ്പർലി. ലൈഫ് ടൈം സപ്പോർട്ട് എന്ന് പറയുമ്പം ആർ ദേ മീനിങ് നിങ്ങൾക്ക് ജോലി ലൈഫ് ടൈമിൽ കിട്ടത്തില്ല എന്നുള്ളത്? വൈ ഷുഡ് എ പേഴ്സൺ നീഡ് ലൈഫ് ടൈം സപ്പോർട്ട്? നിങ്ങൾ ഇനിഷ്യലി ഒരു കോഴ്സ് പഠിക്കുന്നു, ആ കോഴ്സ് ഒരു 1 മന്തോ 2 മന്തോ 3 മന്തോ ആയിക്കോട്ടെ, ഈ 3 മന്തിലെ ടോപ്പിക്ക് മാത്രമല്ലേ ഒരു അക്കാഡമിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? അവരതിനാണ് സൈനപ്പ് ചെയ്തിരിക്കുന്നത്. ആ 3 മന്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണോ ഒരു ലൈഫ് ടൈം സപ്പോർട്ട് തരുന്നത്? ഐ ഡോണ്ട് നോ, ലൈക്ക് അതെങ്ങനെ ഒരു അക്കാഡമിക്ക് ബെനിഫിഷ്യൽ ആവും? ഒരു ബിസിനസ്സിൻ്റെ ആംഗിളിൽ നോക്കുമ്പം നിങ്ങൾ എപ്പോഴും വന്ന് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റണമല്ലോ, നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് നിങ്ങൾ ഡൗട്ട് ചോദിക്കും. അപ്പോഴെല്ലാം നമുക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള റിസോഴ്സസ്, സ്റ്റാഫ് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് ഉണ്ടാവണം. നമ്മളും കൂടെ ഒരു അഷ്യൂരിറ്റി വെച്ചാലല്ലേ നമുക്ക് ലൈഫ് ടൈം സപ്പോർട്ട് എന്നൊരു കാര്യം ഓഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരെങ്ങനെ അത് ഓഫർ ചെയ്യും? ബിക്കോസ് വി ഡോണ്ട്. ഇപ്പം ഈ പഠിപ്പിക്കുന്ന ട്യൂട്ടർ ആ കമ്പനിയിൽ എത്ര വർഷം നിൽക്കും? എല്ലാവരും പോവില്ല. ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ 1 ഇയർ കഴിഞ്ഞ് അവർ പോവും, 6 മന്ത്സ് കഴിഞ്ഞിട്ട് വരെ പോവും, വേറൊരു കമ്പനിയിൽ ബെറ്റർ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി പോവും. അങ്ങനെയുള്ള സിനാരിയോയിൽ നിങ്ങളെ പഠിപ്പിച്ച ഒരാൾക്ക് മാത്രമല്ലേ നിങ്ങൾ എന്ത് പഠിപ്പിച്ചു നിങ്ങളുടെ കാലിബറും പൊട്ടൻഷ്യലും അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വേറെ ഏതോ ഡൗട്ട് ക്ലിയർ ചെയ്യാതിരിക്കുന്ന ഒരാൾ എങ്ങനെ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കാൻ പറ്റും? ദേ ഡോണ്ട് നോ അബൌട്ട് യു. ആൻഡ് വേറൊരു ആൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ് അയാൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്ന വേറെ ആംഗിളായിരിക്കും. എല്ലാവർക്കും ഒരു ടോപ്പിക്കിനെ പറ്റി ഒരേ ആംഗിൾ ആയിരിക്കത്തില്ലല്ലോ ഉള്ളത്. I don't know how they are doing it. And lifetime support, അങ്ങനത്തെ ഒരു സാധനം തന്നെ ഇറ്റ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ജസ്റ്റ് മാർക്കറ്റിംഗ് തിങ്. ബിക്കോസ് ലൈക്ക് ലൈഫ് ടൈം സപ്പോർട്ട് എന്തുവാ? ഇവിടെ നമ്മൾ ജോലി ഇല്ലാതെ ഇത്ര നാൾ ഇരിക്കാൻ പോവുകയാണ്, എപ്പോഴും വന്ന് ഡൗട്ട് ചോദിക്കാൻ, ജസ്റ്റ് ടു ഗെറ്റ് അറ്റൻഷൻ. അവരത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറത്തൊന്നും വീഴരുത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ റിവ്യൂ പറയുന്നതനുസരിച്ച് കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും രാവിലെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴ്സിൻ്റെ സമയത്ത് പോലും രാവിലെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ ഈ പറഞ്ഞ സ്റ്റാഫ് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത്, കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തെ ഡൗട്ട് ചോദിക്കാൻ അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ലൈഫ് ടൈം സപ്പോർട്ട് കിട്ടുന്നത്? ഓക്കെ, ഇറ്റ് ഇസ് ഓൾ ഫ്രം ദിസ് റിവ്യൂ. ഓക്കെ, ഞാൻ ഈ റിവ്യൂവിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ റിവ്യൂ, ഓൺലി വൺ പോസിറ്റീവ് ഇസ് ദേ ലിസൺ ടു ബ്രാക്കറ്റിൽ ഹാഫ് ഓഫ് യുവർ കംപ്ലയിൻസ്, പകുതി പറയുന്ന കംപ്ലയിൻ്റെ പകുതിയേ കേൾക്കാറുള്ളൂ, ആൻഡ് ട്രൈ ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ്. ബട്ട് ഇറ്റ് വോണ്ട് ഹെൽപ്പ് വെൻ യു ഹാവ് ടു ഗോ ത്രൂ ദിസ് പ്രോസസ് എവറി 7 ഡേ. എല്ലാ ദിവസവും കംപ്ലയിൻറ്റ് വരുന്നു എന്നുള്ളതാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്, എനിക്കറിയത്തില്ല. ആഫ്റ്റർ 1.5 months ഓഫ് ട്രയൽ ആൾ ക്വിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. റീഫണ്ടും ആൾ മേടിച്ചു ആ അക്കാഡമി എന്ന് പറയുന്നുണ്ട്. ഇത് ഇത്രയായിരുന്നു ആളുടെ ഒറിജിനൽ റിവ്യൂ. ഇതിൻ്റെ താഴെ ആളൊരു അപ്ഡേറ്റ് റെസ്പോൺസ് ഫ്രം ദിസ് അക്കാഡമി, അതായത് ഈ റിവ്യൂവിന് റെസ്പോൺസ് ആയിട്ട് എന്തോ ഈ അക്കാഡമി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ അവർ ബാക്കിയുള്ള എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് 3 പോയിന്റായിട്ട് അത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആൾ ഇപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പിൽ പാർട്ടാണ്. അപ്പം ഐ എം സ്റ്റിൽ എ പാർട്ട് ഓഫ് വാട്സാപ്പ് ഗ്രൂപ്പ് വിത്ത് മൈ ബാച്ച്മേറ്റ് ആൻഡ് നൺ ഓഫ് ദം ഗോട്ട് പ്ലേസ്ഡ് ഫോർ എ 4 lakh+ ജോബ്. ഇവർ ഈ 4 lakh+ ജോബ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ അവരെന്തോ അഷ്യൂരിറ്റി അങ്ങനെ എന്തോ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അങ്ങനെ എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാലറി ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, കുറേ ആൾക്കാർക്ക് ഇന്റേൺഷിപ്പിനുമാണ് ജോയിൻ ചെയ്തത്, ജോബിനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് വേണമെങ്കിൽ പ്രൂഫ് ഇതിൽ അറ്റാച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഐ ക്യാൻ അറ്റാച്ച് ദ സ്ക്രീൻഷോട്ട് ഹിയർ ഇഫ് യു വോണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആൾ പറഞ്ഞിരിക്കുന്നത് റീഫണ്ട് പോളിസീനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കുറേ അക്കാഡമീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടതിലെല്ലാം അവർ ഫുൾ റീഫണ്ട് പോളിസി, ഇഫ് യു ആർ നമുക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓർ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫുൾ റീഫണ്ട് ചെയ്യുമെന്നൊക്കെ ഞാൻ പല അഡ്വർടൈസ്മെൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് തോന്നുന്നതിൽ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് ഞാൻ വായിക്കാം. ദിസ് ഇസ് എ സെക്കൻഡ് പോയിന്റ്. ദ റീഫണ്ട് പ്രോസസ് വാസൻറ്റ് ആസ് സ്മൂത്ത് ആസ് യു ക്ലെയിം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും സ്മൂത്ത് റീഫണ്ട് പോളിസി എന്നോ അല്ലെങ്കിൽ ഫുൾ റീഫണ്ട് പോളിസി എന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അത്ര സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ വോണ്ട് ടു ആഡ് എ പോയിന്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്, അവർക്ക് തന്നെ അക്കാഡമി ഉണ്ട്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്താ പൊതുവേ ചെയ്യാറ്? ബാക്കിയുള്ള ക്ലയൻസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കുന്നു. അവരുടെ സ്വന്തം കമ്പനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർ വേറൊരു ക്ലയൻറ്റിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ല. ഇതൊരു ബേസിക് ലോജിക്കാണ്. ഒരു സർവീസ്, ഏതെങ്കിലും ഒരു സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് അവരുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് തന്നെ തനിയെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ വേറൊരു കമ്പനിയുടെ മാർക്കറ്റിംഗ് നല്ലപോലെ ചെയ്തു കൊടുക്കാൻ പറ്റും? അതൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് സിനാരിയോ എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മളൊരു മാർക്കറ്റിംഗ് ആംഗിളിൽ ഒരു കമ്പനിക്ക് വേണ്ടി പറയുമല്ലോ, പല കാര്യങ്ങൾ പറയും, ക്യാച്ചി ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ എന്താണ്, ഈ പറഞ്ഞ പോലെ റീഫണ്ട് ഉണ്ടെന്നോ ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടെന്നോ പറയുന്നത് പ്രവർത്തിക്കാൻ പറ്റണം. അതാണ് വേറെ കാര്യം. പറയുന്നത് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നെഗറ്റീവ്സ് വരും. അത് ഒരു ബേസിക് നോളജാണ്. അത് ഒരു ബിസിനസ്സും MBA ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളൊരു കാര്യം പറയുന്നൊരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ 1-on-1 കോഴ്സ് പറയാം. ഞാൻ എന്നിട്ട് 1-on-1 കോഴ്സ് കൊടുക്കുന്നതിന് ഞാൻ ഗ്രൂപ്പ് ക്ലാസ് എടുത്ത് എങ്ങനെ ഇരിക്കും? ഞാൻ പറയുന്നതല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആയി പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കാവുന്നത്, നമ്മുടെ കമ്പനിക്ക് കേപ്പബിൾ ആയിട്ടുള്ളത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത് ആലോചിക്കുക. നിങ്ങളുടെ ബിസിനസ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓഫറായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മാത്രം നിങ്ങളുടെ ഒരു കമ്പനിയുടെ കേപ്പബിലിറ്റീസ് ആയിട്ട് പറയാം. അല്ലാതെ മറ്റേ അമ്പിളിയമ്മാവിനെ പിടിച്ചുകൊണ്ട് വരും, മറ്റേ വീഗാലാൻഡിൽ കൊണ്ടുപോകും, ടൂറിനൊക്കെ മറ്റേ ഇവിടെ യൂറോപ്പിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഇരുന്ന് PPTയിൽ കാണിച്ചു കൊടുത്താൽ നടക്കത്തില്ല. ഓക്കെ, അതൊക്കെ പണ്ടത്തെ കാലത്ത് നടക്കുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇതിലിപ്പോൾ ഈ പല പോയിന്റ്സിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആണെന്ന് അവർ പറയുന്നത്, ബട്ട് ആൾക്ക് തോന്നിയില്ല എന്നുള്ളൊരു ഫീൽഡിൽ പോയിന്റ് വെച്ചിട്ടുണ്ട്. റീഫണ്ട് പോളിസി സ്മൂത്ത് ആണെന്ന് പറയുന്നുണ്ട്, ബട്ട് ആളുടെ റീഫണ്ട് പോളിസി അങ്ങനെ ഈസി ഒന്നും ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഫുൾ ടൈം സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ ആൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്ത ടൈമിൽ പോലും സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് വയ്ക്കാം ഇതിൻ്റെയൊക്കെ. ആൻഡ് റീഫണ്ട് പ്രോസസ്സിൻ്റെ പറ്റി ഞാൻ വായിച്ചില്ല. റീഫണ്ട് പ്രോസസ് വാസൻറ്റ് ആസ് സ്മൂത്ത് ആസ് യു ക്ലെയിം. വെൻ ഐ ആസ്ക് ഫോർ ഇറ്റ് ഫസ്റ്റ് ദേ സെഡ് നോ റീഫണ്ട് പോളിസി. ബ്രാക്കറ്റിൽ ആസ് ദേ ടോൾഡ് മെനി ഓഫ് അതർ ബാച്ച്മേറ്റ്സ്. ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ്, എല്ലാവരുടെ പറയുന്നുണ്ട് റീഫണ്ട് ഇല്ല എന്നുള്ളത്. പക്ഷേ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ റീഫണ്ട് ഉണ്ടെന്നായിരിക്കും പറയുന്നത്. അല്ലാതെ ഈ സ്റ്റുഡൻറ്റ് വന്നിട്ട് റീഫണ്ട് പോളിസി സ്മൂത്ത് ആണെന്ന് ഈ കുട്ടിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ ശേഷം ഐ സ്ട്രിക്ട്ലി ടോൾഡ് ദം ദാറ്റ് ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് മൈ ഹാർഡ് ഏൺ മണി സിംപ്ലി. then they agreed to give me refund minus the admission fee of 10K. കുറച്ചെന്തോ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. ഐ ഡിഡൻറ്റ് എഗ്രി ടു ദാറ്റ് ആൻഡ് ടോൾഡ് ദം ദാറ്റ് ഐ എം റെഡി ടു ടേക്ക് ലീഗൽ ആക്ഷൻ, ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു വീക്ക് സൈലൻസ്. ദെൻ ആഫ്റ്റർ വീക്ക് ഓഫ് സൈലൻസ് ദേ എഗ്രി ടു ഗിവ് മി എ ഫുൾ റീഫണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആളിവിടെ അത്രയും വേണം റീഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ടായിരിക്കാം ഇപ്പം അവസാനം കൊടുത്തത്. അപ്പം നമ്മളിപ്പോൾ ഈ റീഫണ്ട് ഉണ്ട്, സ്മൂത്ത് റീഫണ്ട് പ്രോസസ്സാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റീഫണ്ട് കൊടുക്കാത്തത് ഇസ് നോട്ട് എ ഗുഡ് തിങ്. അപ്പോൾ എസ്പെഷ്യലി ഇവർ ബാക്കിയുള്ള ഈ കുട്ടിയുടെ ബാച്ച്മേറ്റ്സിൻ്റെ അടുത്ത് എല്ലാം കൊടുക്കില്ല, അങ്ങനെ ഒരു റീഫണ്ട് പോളിസി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഐ തിങ്ക് ദേ കോഴ്സ് അഡ്മിഷൻ എടുക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ടൈമിലോ എവിടെയോ അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞ റീഫണ്ട് ഉണ്ട് എന്നൊക്കെ. അപ്പം ഇത് പിന്നെ ലീഗൽ ആക്ഷനൊക്കെ എടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് റീഫണ്ട് ഫുള്ളി കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഒരു വീക്ക് മിണ്ടാതിരുന്ന് പിന്നീടാണ് പറഞ്ഞതും. പിന്നെ റീഫണ്ട് കിട്ടിയത് 30 ഡേയ്സിന് ശേഷമാണ്. കോർപ്പറേറ്റിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ആൻഡ് ഇഫ് ദാറ്റ്സ് വാട്ട് യു ക്ലെയിം എ സ്മൂത്ത് റീഫണ്ട് പോളിസി, അപ്പോൾ അവരെവിടെയോ പറയുന്നുണ്ട് അവർ സ്മൂത്ത് റീഫണ്ട് പോളിസി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റുഡൻറ്റ് ഈ റിവ്യൂ ഇട്ടേക്കുന്നതിൽ ഇങ്ങനെ കുത്തി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ലെറ്റ് മീ നോട്ട് സ്റ്റാർട്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് യുവർ മെൻറ്റേഴ്സ്, എസ്പെഷ്യലി ദ വൺസ് ലൈക്ക് ഒരാളുടെ പേര് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ. ഞാൻ ആ പേഴ്സൻ്റെ പേര് വായിക്കാനും പോകുന്നില്ല. I can attach some video recordings and chat screenshot if you instant. അപ്പോൾ ആൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രൂഫ് ഉണ്ട് അവിടെ പഠിപ്പിക്കുന്ന മെൻറ്റേഴ്സിൻ്റെ ക്വാളിറ്റി അത്രയും കൊള്ളില്ല എന്നുള്ളത്. എസ്പെഷ്യലി ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആ പേഴ്സൻ്റെ ക്വാളിറ്റി ഒട്ടും കൊള്ളില്ല എന്നുള്ളതും അതിന് വേണ്ട പ്രൂഫും റെക്കോർഡിങ്സും ചാറ്റ്സും സ്ക്രീൻഷോട്ട്സും എല്ലാം ആൾ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് അത് റിയാലിറ്റി ആയിരിക്കണം, അല്ലാതെ അയാൾ ഇവിടെ സ്ക്രീൻഷോട്ടും വീഡിയോ ഇടാമെന്ന് പറയത്തില്ലല്ലോ. ആൻഡ് ദ ഫൈനൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഡിയർ ഒരു പേഴ്സൻ്റെ പേര് പറയുന്നുണ്ട്, സ്റ്റോപ്പ് വേസ്റ്റിംഗ് ആർഗ്യൂയിങ് വിത്ത് മീ. വിച്ച് മീൻസ് ഈ പേരെന്ന് പറയുന്നത് ഐ തിങ്ക് അതിൻ്റെ ഫൗണ്ടർ എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ആളുടെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം ആർഗ്യൂയിങ് വിത്ത് മീ. അപ്പം മേ ബി റീഫണ്ട് എല്ലാം ചോദിച്ചപ്പോഴത്തേക്കും ഈ ഫൗണ്ടർ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ആർഗ്യൂയിങ് വിത്ത് മീ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. റാദർ ഫോക്കസ് ഓൺ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് യുവർ കോഴ്സ് ആൻഡ് മെൻറ്റേഴ്സ്. ഇഫ് യു ഡു ദാറ്റ്, this review's relevance will fade away in time. Till then, it will remain here. Good luck. അപ്പോൾ ഇതായിരുന്നു സംഭവം.
സോ ഇതായിരുന്നു എനിക്ക് രാവിലെ കിട്ടിയ ഒരു റിവ്യൂ. ആൻഡ് ഞാൻ ഈ റിവ്യൂവിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ തന്നെ വെക്കാം, ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ കുക്കപ്പ് ചെയ്ത സാധനം ഒന്ന് പിന്നീട് ആൾക്കാർ പറയും. എനിക്ക് ഇങ്ങനെ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു റിവ്യൂ വായിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ ഇത്രയും നാളും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ എന്താ ജനറിക് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനറിക് ആയിട്ട് ഈ അക്കാഡമി ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ജനറിക് ആയിട്ട് അക്കാഡമീസ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. ബട്ട് ദിസ് ഇസ് ലൈക്ക് എൻ്റെ സ്റ്റുഡൻറ്റ് ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു, സ്ക്രീൻഷോട്ട് ഒറിജിനൽ ആണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് ചുമ്മാ എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിലും വേറെ ആരാണെങ്കിലും എനിക്ക് അയച്ചു തരുന്നത് എനിക്ക് AI ആണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും വെരിഫൈ ചെയ്തു. അപ്പം ഇത് ആക്ച്വലി ഗൂഗിളിൽ ഇട്ടേക്കുന്ന റിവ്യൂ ആണ് ആ അക്കാഡമിയുടെ ഇതിൽ. അപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനും എടുത്തിട്ടുണ്ട്. ആളെനിക്ക് ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് തന്നത്. അപ്പം ഞാൻ ബിക്കോസ് എൻ്റെ അടുത്ത് പിന്നീട് ഒരാൾ വന്ന് ചോദിക്കും ഇത് ഇവിടെ നിന്നാ ഏതാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ആൻസർ വേണമല്ലോ. സോ അതുകൊണ്ട് ഞാനും എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ എനിക്കൊരു വീഡിയോ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചുമ്മാ എൻ്റെ ഇമാജിനേഷനിലൊന്ന് ഒരാൾക്ക് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. സോ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പോയി എന്താണ് കേരളത്തിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാവരുടെയും ഗൂഗിളിലൊക്കെ പോയി റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ റിവ്യൂ വായിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഫുൾ റിവ്യൂ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വയ്ക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ റിവ്യൂ കാണാൻ പറ്റുമായിരിക്കും. അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ വീഡിയോ എല്ലാം ഇട്ടതിന് ശേഷം പിന്നീട് അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ മറ്റേ ഹാലൂസിനേറ്റ് ചെയ്തെന്തോ പറഞ്ഞതുപോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാമെന്ന് പറഞ്ഞതും ഞാനും ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞതും. സോ ദിസ് ഇസ് എ തിങ്. അപ്പോൾ ടു ഓൾ ദ പീപ്പിൾ ഹു ആർ റണ്ണിങ് അക്കാഡമി, നിങ്ങളൊരു ക്വാളിറ്റി കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ എല്ലാ സ്റ്റുഡൻസും മിണ്ടാതിരിക്കുന്ന ടൈപ്പല്ല, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രോപ്പർലി പറയാം. ലൈക്ക് നിങ്ങൾക്ക് റീഫണ്ട് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഇല്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് എന്താ, പ്ലേസ്മെൻറ്റ് കൊടുക്കും, 100% പ്ലേസ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കാതെ ആകുമ്പോൾ ആരായാലും നെഗറ്റീവ് പറയത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയാം. എന്തിന് ഇത്ര ഹൈപ്പൊക്കെ കൊടുത്ത് ഇൻഡസ്ട്രി എക്സ്പേർട്ടാണ് എവിടെയാണ് നിങ്ങൾക്കും അറിയാം എന്താ റിയാലിറ്റി എന്ന്. അത് എനിക്കും അറിയാം, നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ബി ലൈക്ക് എന്താ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം പറയാം. ഇല്ലെങ്കിൽ വേണ്ട, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി അത്രയും പ്രൊമോഷൻ ചെയ്ത് അത്രയും സ്റ്റുഡൻസ് പഠിച്ച് കഴിഞ്ഞില്ലേ. ഇനി ഇത് പറഞ്ഞില്ലെങ്കിലും പിള്ളേർ വന്നോളൂ. നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ നെഗറ്റീവ് വരും എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം. ഐ നോ ദാറ്റ് യു നോ ഇറ്റ്, ബട്ട് യു ചൂസ് ടു ഡു ഇറ്റ്. ആൻഡ് ഹിയർ ഇസ് മൈ വീഡിയോ. അപ്പം എനിക്കെന്തോ ഞാൻ ഇങ്ങനത്തെ സാധനമൊന്നും അങ്ങനെ ചെയ്യാറില്ല. ബട്ട് ഇത് വേറൊരു സ്റ്റുഡൻറ്റ് അവിടെ പഠിച്ച സ്റ്റുഡൻറ്റിൻ്റെ റിവ്യൂ ആണ്. ഇറ്റ്സ് നോട്ട് മൈ ഇമാജിനേഷൻ. അപ്പോൾ എനിക്കൊരു പ്രൂഫ് വെച്ചൊരു വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ദാറ്റ്സ് വൈ ഡിഡ് ദിസ് വീഡിയോ. സോ താങ്ക് യു ആൻഡ് see you in the next video.